പറയാനുള്ളൂ. അന്ന് വീഡിയോയിൽ നിന്ന് നല്ല സന്തോഷത്തോടു കൂടി അത് കഴിഞ്ഞാൽ വീഡിയോ മാറിയെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമല്ലോ, അത് പിന്നെ ബ്രേവസ്റ്റ് ചോയ്സ് ഓഫ് ആൾ. ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തു. അതായിരുന്നു എല്ലാവരുടെയും ഏറ്റവും ധീരയായ തിരഞ്ഞെടുപ്പ് എന്നാണ് പുള്ളിക്കാരി ഇട്ടേക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇച്ചായൻ കുഞ്ഞാറ്റ, അതിനെ പറ്റിയിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചായൻ്റെ അമലിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയൊരു വീഡിയോ. അപ്പം ഇതിൻ്റെയൊക്കെ തുടക്കമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ തുടക്കങ്ങളെന്നൊക്കെ. അപ്പം ഞാൻ തമ്പനയിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ പബ്ലിക്കിനെ കാണിക്കാൻ ഷോ കാണിക്കുവാണ് ഇവൻ. അപ്പോൾ ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതൊരാൾ കമൻറ്റ് ചെയ്തേക്കുവാണ്, ലത രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതെ, ആ കൊച്ചിൻ്റെ വീഡിയോയിൽ ഒരു തവണ പോലും ഇവനെ കണ്ടിട്ടില്ല. സത്യം ആ പെൺകുട്ടിയുടെ, വേറൊരാൾ കമൻറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ അടിയിൽ, സത്യം ആ പെൺകുട്ടിയുടെ കൂടെ ഇതുപോലെ നിന്നിരുന്നെങ്കിൽ കാണുന്നവർ പോലും ആഗ്രഹിച്ചതാണ്. ഇതുപോലെ നിന്നിരുന്നെങ്കിൽ എന്ന് അത് കാണുന്നവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുഞ്ഞാറ്റയെന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ വീഡിയോയിലൊന്നും അമൽ ഇതേപോലെ നിന്നിട്ടില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ വിമർശിക്കേണ്ടടുത്ത് ഞാൻ വിമർശിക്കും, സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പം കാരണം ഞാനായിട്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറയേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കും. എൻ്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. അതുപോലെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക തന്നെ ചെയ്യും. അപ്പം ഇവിടെ ഇപ്പം ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞാറ്റ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു, ഞങ്ങൾ വേർപിരിയുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു. ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ തുടക്കം. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവരെ ഒരു പ്രശ്നം ഫാമിലിയുടെ ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ്, രണ്ടുപേരും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ് എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ട് നാട്ടിച്ച് നാണം കെടുത്തിയിട്ടേ അവർക്ക് ഉറക്കം കിട്ടൂ, ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം, ഇവരുടെ ഇടയിലെ പ്രശ്നം, അത് ഇവർ മറ്റുള്ളവരെ അറിയിപ്പിക്കാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് ചെളിവാരി, സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ഇവർ ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞാറ്റ ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ അറിയിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിയുടെ വീഡിയോയുടെ അടിയിലെല്ലാം നിരന്തരമായിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടേയിരുന്നു. അമലുമായിട്ട് എന്താണ് പ്രശ്നം, അമലുമായിട്ട് ഡിവോഴ്സ് ആയോ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതിൻ്റെ മറുപടിയായിട്ടാണ് പുള്ളിക്കാരി ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഇട്ട് പറഞ്ഞത്, ഞങ്ങൾ ഡിവോഴ്സ് ആയി, ചില കാരണങ്ങളാൽ, ചില തീരുമാനങ്ങളാൽ, നമ്മൾ രണ്ടും എടുത്ത തീരുമാനങ്ങളാൽ ഡിവോഴ്സ് ആയെന്നാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് ഇട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇട്ടതിൻ്റെ പിറ്റേന്ന് തന്നെ അമലും ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. പുള്ളിക്കാരി ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അമലിന് യൂട്യൂബ് ചാനലില്ല, ഇൻസ്റ്റഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അമൽ അതിനകത്ത് ഇട്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ് പുള്ളിയുടെ സ്റ്റോറി. അപ്പം അതിനകത്ത് ഒരെണ്ണവും കൂടെ, ഒരു സ്റ്റോറിയും കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്റ്റോറി കഴിഞ്ഞ ഒരു വീഡിയോയിൽ, 2 വീഡിയോ ഇപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് വന്ന വേറൊരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്നവർ ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നത്, അമലിനെ എഗൻസ്റ്റ് ആയിട്ടുമാണ് കമൻ്റ് ഇടുന്നത്. അപ്പം അതിലൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്നവർ ഒന്നും എന്നെ ആകെ വീഡിയോയിൽ കൂടി അല്ലാണ്ട് നേരിട്ട് അറിയുന്നവർ ചുരുക്കം ആണ്. എന്ന് വെച്ചാൽ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് എന്നെ നേരിട്ട് അറിയത്തില്ല. ഇവരൊക്കെ എന്നെ വീഡിയോയിലൂടെ കണ്ടിട്ട് ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് കണ്ടിട്ടുള്ളതും, നേരിട്ട് കണ്ടിട്ടുള്ളതും അറിയാവുന്നതും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്നെ വീഡിയോയിലൂടെയാണ് കണ്ടിട്ടുള്ളതും അറിയാവുന്നതെന്നൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ആർക്കും എന്ത് വിചാരിക്കാം, പറയാം. ഞാൻ കൂടുതൽ എൻ്റെ പല്ല് കുത്തി നാറ്റിക്കാൻ ഞാനില്ല, പുള്ളിക്കാരൻ്റെ പല്ല് കുത്തി നാറ്റിക്കാൻ പുള്ളിക്കാരൻ ഇല്ലെന്നാണ് അന്ന് തൊട്ടുള്ള സ്റ്റോറിക്കകത്തെല്ലാം പുള്ളിക്കാരൻ ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഈ ലോകത്ത് ആര് എന്തൊക്കെ നേടിയെടുത്താലും ആരും കാണാതെ പരിഗണന പോലും കിട്ടാണ്ട് കുറ്റവും കുറവും മാത്രം കിട്ടി കടന്നു പോകുന്ന ഒരാളെങ്കിലും കാണുമെന്ന് വിചാരിക്കുക.
എനിക്ക് എന്നോട് തന്നെ പുച്ഛം. പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുള്ളിക്കാരന് തന്നോടാണ് പുച്ഛം. അതുപോലെ കഴിഞ്ഞ സ്റ്റോറീസിലൊക്കെ നമ്മൾ കണ്ടതാണ്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, ഞാൻ ഒരാളെ കൂടെ ചേർത്ത് നിർത്തി, അത് ഞാൻ ചെയ്ത് തെറ്റ്, എൻ്റെ എല്ലാ സുഖവും ദുഃഖങ്ങളെല്ലാം മറച്ച് ഒരാളെ കൂടെ നിർത്തിയതാണ് ഞാൻ ചെയ്ത് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം തുടങ്ങിയിട്ട് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടു, ഫസ്റ്റ് വീഡിയോ, അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പ്രശ്നം എന്താണെന്ന് പുള്ളിക്കാരൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ്, അപ്പം എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. അതിനകത്ത് പുള്ളിക്കാരൻ ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. അപ്പം ആ വീഡിയോ ഞാനും സപ്പോർട്ട് ചെയ്യുകയാണ്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് ആൾക്കാർ എഗൻസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്തു, കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ചെയ്തു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും കുഞ്ഞാറ്റയാണ് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോഴും നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ വേറെ കുറേ യൂട്യൂബേഴ്സും വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അമലിൻ്റെ കാരണം ഈ ഒരു സത്യസന്ധതയ്ക്കും പുള്ളിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട്, ആ വീഡിയോയിൽ പുള്ളിയുടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. പുള്ളിക്കാരൻ തെറ്റ് പറ്റിയത് അംഗീകരിച്ചല്ലോ, ഇനിയെങ്കിലും പുള്ളിക്കാരൻ നല്ല ലൈഫുമായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാവരും വീഡിയോ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ വന്നു. അതിനകത്തും ഇതിനെ പറ്റിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇന്ന് സത്യമുട്ട് പറയുന്നുമില്ല, ഇന്ന് അതൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണോ വേണ്ടയോ എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഒന്നെങ്കിൽ അതൊന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ അത് പറയാതിരിക്കുക, അതാണ് വേണ്ടുന്നത്. ഈ പുള്ളിക്കാരൻ രണ്ടാമത്തെ വീഡിയോയിലും ഞാൻ ഈ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ സംസാരിക്കുകയല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത്. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ കാര്യമാണ്. കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ ഈ അമലിൻ്റെ സൈഡിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്ന് വെച്ചാൽ കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കുഞ്ഞാറ്റ എന്ന് പറഞ്ഞൊരു വ്യക്തി, പുള്ളിക്കാരി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ് നല്ല രീതിയിൽ. കാരണം ഇവരെ ഫാമിലിയൊക്കെ നോക്കിയിട്ടുള്ള ഒരു ലേഡിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പം അവരെന്താണ് ഓൾറെഡി എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ തന്നെ ഈ അമലിൻ്റെ ഭാഗത്ത് നടന്നപ്പോൾ ഇവരെ വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാറ്റ്, ഈ അമലിൻ്റെ കയ്യിൽ നിന്ന് കുറേ മിസ്റ്റേക്കുകൾ, ചാറ്റ്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ, അത് കുഞ്ഞാറ്റ കാണാനുണ്ടായി. അതാണ് പ്രശ്നം. പുള്ളിക്കാരി അത് ഓൾറെഡി പുള്ളിക്കാരിയുടെ സ്റ്റോറിയിലൂടെയും സ്റ്റാറ്റസിലൂടെയും കമൻറ്റിലൂടെയും എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ പുള്ളിക്കാരൻ വന്ന് അത് അംഗീകരിച്ചു, എൻ്റെ കയ്യിൽ നിന്നൊക്കെ തെറ്റ് പറ്റി, ഞാനത് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും തെറ്റ് പറ്റിയത് അംഗീകരിച്ചല്ലോ. കാരണം അത് അംഗീകരിക്കുന്നിടത്തല്ലേ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിലും എനിക്കും ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇടുന്നു. അപ്പം ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് മാത്രമേ അവിടെ ഈ കുഞ്ഞാറ്റ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുമില്ല. അമൽ ചെയ്ത ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് പുള്ളിക്കാരി വന്നിട്ടില്ല, ഒന്നും പുള്ളിക്കാരി ചെയ്തിട്ടില്ല. അപ്പം രണ്ടാമത്തെ വീഡിയോയിലും ഇങ്ങനെ ക്യാപ്ഷൻ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത്, എനിക്കും ചിലത് പറയാനുണ്ട്. ഓക്കെ, അതിനകത്തും പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് കണ്ടപ്പോഴും ഞാൻ പുള്ളിയെ കുറച്ചുകൂടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്നാലും അത് ഇവിടെ ഞാൻ വെക്കാം. പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കാണാം. ഒരു കാര്യം പറയാം, നിങ്ങളത് കേൾക്കുന്ന ആൾക്കാർ ശരിക്കും അതൊന്ന് ചിന്തിച്ച് നോക്കണം, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാരണം ഒരാളോ ഒരുപാട് പേരോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എന്നെക്കുറിച്ചുള്ള കുറവുകൾ കേട്ടിട്ടുണ്ട്, കുറ്റങ്ങൾ കേട്ടിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഒരാൾ കാരണം, എൻ്റെ കൂടെ കൂടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കാരണമോ ഒരാൾ ഒരിക്കലും പെരുവഴിയിലോ വഴിയാധാരമായിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോയിട്ടില്ല. അതിൽ ഞാൻ ഇപ്പോഴും എന്താ പറയുക, ഞാനെന്നുള്ള ശാപം കാരണം ചിലപ്പം പലർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ കാരണം ആരും നശിച്ചു പോയി, ചിലപ്പം അവരുടെ സമാധാനം നശിച്ചിട്ടുണ്ടാവാം, പക്ഷെ പൂർണ്ണമായിട്ടാരും നശിച്ചു പോയില്ല. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം. അമലിന്റെ തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ന് കരുതി ഞാൻ കാരണം ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അമൽ പറയുന്നത്. അതിനകത്ത് അമൽ ഈ പറഞ്ഞതിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ, അമൽ ഉദ്ദേശിച്ച് ചിലപ്പം
ഈ കുഞ്ഞാറ്റെന്ന് പറയുന്ന ജിപ്സിക്ക് നഷ്ടപ്പെട്ടത് പൈസയും അങ്ങനെ കാര്യങ്ങളും ഒന്നും, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ജോലി ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് അമൽ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അമലൊന്ന് ചിന്തിക്കണം. കാരണം നിങ്ങളൊരു ലൈഫാണ് ഇവിടെ നഷ്ടപ്പെട്ടുള്ളത്. അമൽ കാരണം കുഞ്ഞാറ്റെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പം അതിലും വലുതായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം അതിലൊരു കറക്ഷൻ എനിക്ക് തോന്നി. കാരണം ആ പറഞ്ഞത് തന്നെ തെറ്റാണ്. അങ്ങനെ പറയരുത്. ഞാൻ കാരണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, കുറച്ച് സമാധാനമല്ലേ നഷ്ടപ്പെട്ടത്. കാരണം ഇപ്പം ലൈഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സമാധാനം കിട്ടത്തില്ല. നമ്മൾ കളിച്ച് ചിരിച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അമൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാമറയുടെ മുമ്പിലുള്ള ആളായിരിക്കത്തില്ല പിമ്പിലുള്ള ആളെന്ന്. ഫസ്റ്റ് വീഡിയോയിലൊക്കെ വന്ന കമൻറ്റുകളിൽ അമൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്നെ ക്യാമറയുടെ മുമ്പിലല്ലേ കാണുന്നത്, എൻ്റെ ക്യാമറയുടെ പുറവിൽ നമ്മളെ കാണുന്നില്ലല്ലോ എന്നല്ലേ ചോദിക്കുന്നത്. പല കമൻറ്റിലും റിപ്ലൈ കൊടുത്തത് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇതുപോലെയാണ് ആ ഒരു ലേഡിയുടെ അവസ്ഥ. അവർ ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ചിലപ്പോൾ ചിരിച്ച് സംസാരിക്കുമായിരിക്കും, ചിലപ്പോൾ കളിച്ച് ചിരിച്ച് സംസാരിക്കുമായിരിക്കും. നിങ്ങളെ അവസ്ഥ തന്നെ, രണ്ടുപേരെ അവസ്ഥ തന്നെ. ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യില്ല, രണ്ടുപേരെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷെ ആ പറഞ്ഞത് അവിടെ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പം ഈ നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിലും വലിയ നഷ്ടക്കേടൊന്നുമില്ല. കാരണം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, അതും കൂടെയൊക്കെ ചിന്തിക്കുക. പിന്നെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചു. ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പലരും പറഞ്ഞതും പലയിടത്തുനിന്നും കണ്ടതും കേട്ടതും എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ നേരെയാവാൻ നിങ്ങൾ ശ്രമിച്ചില്ല. അതാണ് നിങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്, പക്ഷേ അതിനൊട്ടും നിങ്ങൾ വില്ലിങ് ആവുന്നുമില്ല. ഓക്കെ, അതൊക്കെ ഞാൻ വഴിയേ പറയാം. എന്തായാലും അടുത്ത് കൂടെ പുള്ളിക്കാരൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ നോക്കാം. മാറ്റി, കാരണം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്കറിയാം. അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസിഡറേഷനെങ്കിലും തരിക. എനിക്കങ്ങനെ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ പോലും നിങ്ങളാകെ 1, 2, 3 മിനിറ്റൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്താണെന്നുള്ളത് പറയാനോ അതിനെക്കുറിച്ച് എന്നാ പറയണേ, ആൾക്കാർക്ക് ഓരോന്ന് പറയാനോ, ഇപ്പം എങ്ങനെയാണോ സംഭവം ഇരിക്കുന്നത്, എങ്ങനെയാണോ കരുതുന്നത്, ആ രീതിക്കാൻ ഇരുന്നോട്ടെ. പക്ഷെ മനുഷ്യനല്ലേ, മാറാലോ, തെറ്റുകളുള്ളത് നമുക്ക് തിരുത്താലോ. അപ്പം എല്ലാം നല്ലതിന്, ഇനി നടക്കാനുള്ളത് നല്ലതിന് എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സിറ്റുവേഷനും, കുറേ നിസ്സഹായതയും, കുറേയൊക്കെ നമ്മുടെ കുറ്റങ്ങളും, കുറേയൊക്കെ നമ്മുടെ കുറവുകളും, ചിലതൊക്കെ നമ്മുടെ അഹങ്കാരവും എല്ലാം കൊണ്ടായിരിക്കാം ചിലപ്പം എന്താ പറയുക എനിക്ക് മാറ്റാൻ പറ്റാണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വളരെ സീറോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എല്ലാത്തിനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അത് ദൈവം ചിലപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഒരു അവസരമായിരിക്കാം, ചിലപ്പം ഒരു ശിക്ഷയായിരിക്കാം, എന്തോ ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പുള്ളിക്കാരൻ ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ തെറ്റ് ഞാൻ തിരുത്താന്നും പറയുന്നുണ്ട്. അതുപോലെ മനുഷ്യനല്ലേ, തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ എനിക്കും സംഭവിച്ചെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, മനുഷ്യന്മാരായാൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്ത മനുഷ്യരില്ല. അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടും അത് അക്സെപ്റ്റ് ചെയ്ത് ആ തെറ്റ് തിരുത്തി മുമ്പോട്ട് വരാനാണ് ശ്രമിക്കുന്നിടത്താണ് അവിടെ നമ്മുടെ വിജയം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. തെറ്റ് തിരുത്താൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തല്ലോ, ആ തെറ്റ് കൊണ്ട് തന്നെ നിങ്ങളത് ശരിയാക്കിയെടുക്കണം. മനസ്സിലായോ? തെറ്റ് ശരിയാക്കി മുമ്പോട്ട് കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങളുടെ ലൈഫ് ഇപ്പം നിങ്ങൾ കാരണം മറ്റൊരു കുട്ടിയുടെ ലൈഫാണ് ഇപ്പം ഇവിടെ നശിച്ചത്. അപ്പം കാരണം നമുക്കിത് എന്താണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഒരാളെ സൈഡിൽ നിന്ന് കാണുന്ന കാര്യങ്ങളും ഒരാളെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഈ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, പറയുന്നവർ എന്തും പറയട്ടെ, പറയുന്ന ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇന്നാ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് തുറന്നും പറയുന്നില്ല, അത് എന്താണ് തെറ്റെന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീണ്ടും അതിനെ ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അങ്ങനെയാണെങ്കിൽ തെറ്റ് പറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ തെറ്റ് തിരുത്തിയിട്ട് നിങ്ങൾ ആ കുട്ടിക്ക്, ആ കുഞ്ഞാറ്റയെന്ന് പറഞ്ഞ കുട്ടിക്ക് നഷ്ടപ്പെട്ട ലൈഫ് നിങ്ങൾ തിരിച്ചു കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. നിങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് ആ തെറ്റ് തിരുത്തി മുമ്പോട്ട്
വരുക, ആ കുട്ടിയോട് വിളിച്ച് അതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെയ്തു പോയ തെറ്റിന് സോറി പറഞ്ഞ് മുമ്പോട്ട് വീണ്ടും വരിക, അതാണ് വേണ്ടുന്നത്. അവിടെയാണ് തെറ്റ് തിരുത്തുന്നത് കൊണ്ട് അർത്ഥമാവുന്നത്. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫും നശിപ്പിച്ചു, മറ്റൊരാളെ ലൈഫ് പോയി, അത് കഴിഞ്ഞിട്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഞാൻ തിരുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം? അത് അങ്ങനെ പറയുന്നതിൽ എന്താണ് ഇത് ശരി? എങ്ങനെയാണ് തെറ്റ് തിരുത്തുന്നതെന്ന് പറയുന്നത്? നിങ്ങളൊന്ന് പറയണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് റിപ്ലൈ തന്നേ പറ്റൂ, മറുപടി നിങ്ങൾ തന്നേ പറ്റൂ. തെറ്റ് തിരുത്താൻ നിങ്ങൾ ബാധ്യസ്ഥനാണെങ്കിൽ അങ്ങനെയാണ് തെറ്റ് തിരുത്തേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഒരു വാക്കുകൊണ്ട് തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് കളഞ്ഞു പോകുന്നതല്ല അതിൻ്റെ യഥാർത്ഥ തെറ്റ് തിരുത്തൽ. നിങ്ങൾ കാരണം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം നിങ്ങൾ ആ തെറ്റ് തിരുത്തി ആ ജീവിതം മുമ്പോട്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത് മുമ്പോട്ട് പോവുക, അതാണ് വേണ്ടുന്നത്. അവിടെയാണ് തെറ്റ് തിരുത്തുന്നത് കൊണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കേട്ടോ. ഇനി അപ്പം ഈ 2 വീഡിയോയിലെല്ലാം ഞാൻ ഈ അമലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം പുള്ളിക്കാരൻ തെറ്റ് പറ്റിയെന്നൊക്കെ അക്സെപ്റ്റ് ചെയ്തു. ഇനി മുമ്പോട്ട് ഞാൻ ഈ പഴയതുപോലെ, കാരണം പുള്ളിക്കാരൻ ലൈഫിൽ പല പല കാര്യങ്ങൾ കാണും, ഒരുപാട് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ പുള്ളിക്ക് സംഭവിച്ചു കാണും. അതൊക്കെ മാറ്റി മുമ്പോട്ട് വരാൻ പുള്ളിക്കാരൻ വില്ലിങ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ പുള്ളിക്കാരനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം ശരിയെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് പുള്ളിക്കാരൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിലെല്ലാം ഒരുപാട് കമൻറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞാറ്റയുടെ പഴയ വീഡിയോയ്ക്കകത്ത് എന്തുകൊണ്ട് അമ്മയും അച്ഛനും വരുന്നില്ല, അന്ന് വരാൻ മടിയുള്ള അമ്മയും അച്ഛനൊക്കെ ഇന്ന് നിങ്ങളെ വീഡിയോയ്ക്കകത്ത്, അമലിൻ്റെ വീഡിയോയ്ക്കകത്ത് വരാൻ അവർക്ക് ഒരു മടിയില്ലല്ലോ, എന്തുകൊണ്ട് അന്ന് വന്നില്ല, അന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ ആ വീഡിയോയുടെ അടിയിൽ നമുക്ക് കാണാം. അപ്പം മൂന്നാമതിട്ട വീഡിയോ, ഇന്നിട്ട വീഡിയോയ്ക്കകത്ത് ഇട്ട ക്യാപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും ചിലത് പറയാനുണ്ട്. അപ്പോൾ ഈ 3 ക്യാപ്ഷൻ നിങ്ങളൊന്ന് നോക്കിയേ. 3 ക്യാപ്ഷനകത്തും പുള്ളിക്കാരൻ എന്തൊക്കെയോ തുറന്നങ്ങോട്ട് സംസാരിച്ചു, ഈ പ്രശ്നത്തെ പറ്റിയിട്ട് അങ്ങ് സംസാരിച്ചു എന്നാണ് നമ്മൾ ഈ ക്യാപ്ഷൻ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരൻ ഈ ഒരു മൂന്നാമതിട്ടൊരു വീഡിയോയ്ക്കകത്തും അതേ ക്യാപ്ഷൻ തന്നെയാണ് പുള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? അത് കണ്ട് അതിനകത്ത് വീഡിയോ കയറി നോക്കുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇവർ സംസാരിക്കും എന്ന് വിചാരിക്കും. ഇതിനെ പറ്റിയിട്ട് വാലും തലയും മുട്ടാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്നെങ്കിൽ ഉള്ളത് നിങ്ങൾ തുറന്നങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങളുടെ ഭാഗം നിങ്ങളങ്ങ് ക്ലിയർ ആക്കുക, അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് മിണ്ടാതിരിക്കുക. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളേതായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളിപ്പം ചെയ്യുന്ന എന്താണെന്നറിയോ? ആ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയെ നിങ്ങളിപ്പം ഇങ്ങനെയുള്ള ക്യാപ്ഷനും കൊടുത്ത് അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഒരുമാതിരി വാലും തലയും മുട്ടാത്ത രീതിയിൽ സംസാരിച്ച് അതിനെ കൂടുതൽ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്, അച്ഛന് ചിലത് പറയാനുണ്ട്, എനിക്ക് ചിലത് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് വാലും തലയും മുട്ടാത്ത രീതിയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത് ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന അവർ കാണുമെന്നെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒന്നുകിൽ നിങ്ങളെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് കളയുക, അതാണ് വേണ്ടുന്നത്. എന്നിട്ട് ആ ടോപ്പിക്ക് അങ്ങോട്ട് കളയുക, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുക. ഇപ്പം ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, തംബ്ലൈൻ കൊടുത്ത പോലെയാണ് ഇപ്പോൾ എനിക്ക് തംബ്ലൈനിൽ ഞാൻ കൊടുത്തല്ലോ, അത് നിങ്ങളെ വീഡിയോയിലെ കമൻറ്റിൽ പല ആൾക്കാരും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ തംബ്ലൈനിൽ കൊടുത്തത്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ ആ വിഷയം എടുത്തിടുകയേ ചെയ്യരുത്. ഇനി ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇപ്പം അമലിൻ്റെ അമ്മ പറയുന്നതും ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് 1-2 സ്റ്റോറിയും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാം. ഓക്കെ, അമലിൻ്റെ അമ്മ പറയുന്നത് കണ്ടു നോക്കാം. അമ്മ അവിടെ നന്ദനല്ലേ ഓർക്കണേ? എന്നോട് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് പറഞ്ഞായിരുന്നു, അമ്മച്ചി കഴിഞ്ഞ ദിവസം അമ്മയുടെ അടുത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അമ്മനെ കണ്ടിട്ടുണ്ടെന്ന് പറയണം. പേര് ഞാൻ ഓർക്കണില്ല, കുറേ പേജുകാർ പറഞ്ഞായിരുന്നു കുറേ പേര്. പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നോ, കടയിൽ ഓണത്തിന് തിരക്കായോണ്ട് ഓണത്തിനുള്ള പിള്ളേരുടെ പാവട ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കസ്റ്റമർ വന്നവരെല്ലാം ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, വീഡിയോ ഞങ്ങൾ കണ്ടു, സബ്സ്ക്രൈബ് ചെയ്തു, ഇനിയും വീഡിയോക്കകത്ത് വരാതെ ഇരുന്നേക്കരുത് കേട്ടോ. അമ്മച്ചി കുറേ പേര് പറയണ്ടേ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ കമന്റ് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ, അമ്മ ഇത്ര നേരത്തെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് മാറി, അതായതാണ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തിനാന്നൊക്കെ ചോദിക്കണ്ടേ, അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? എനിക്കൊന്നേ പറയാനുള്ളൂ, അന്ന് വീഡിയോയിൽ നിന്ന് നല്ല സന്തോഷത്തോടു കൂടി അത് കഴിഞ്ഞാൽ വീഡിയോ മാറിയെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമല്ലോ, അത് പിന്നെ നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പിന്നെ എന്തിനാ വീഡിയോ വന്നതെന്ന് ചോദിച്ചത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്
തിരിച്ചു പോകും. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, അമ്മ ഞാൻ വീഡിയോ തുടങ്ങട്ടെ, അമ്മ വരുമോ അച്ചാച്ചൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടല്ലേ വന്നേ അല്ലേ? ഓക്കെ, അമലിൻ്റെ അമ്മ പറയുന്നുണ്ട് വീഡിയോയിൽ വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നതെന്ന് പറയുന്നുണ്ട്. ഈ അമൽ ഈ കമൻറ്റ് കണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ആ വീഡിയോയിൽ പല രീതിയിലുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങളെ വിഷയം എന്താണ്, മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് നിങ്ങളെ വിഷയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാലും തലയില്ലാതെ സംസാരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങളെ വിഷയം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ പറ്റിയിട്ട് കമൻറ്റ് നോക്കി നിങ്ങൾ വീഡിയോ ചെയ്യാതെ ഇരിക്കുക. നിങ്ങളെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോകും. അല്ലാതെ ഡെയിലി ഈ ഒരു കുഞ്ഞാറ്റയുടെ വിഷയം കൊണ്ടിട്ട് ഇങ്ങനൊരു വിഷയം എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട്, അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്, ചേച്ചിക്ക് ചിലത് പറയാനുണ്ട്, ഇങ്ങനെയൊക്കെ കൊണ്ടിടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ വീണ്ടും ചെളി വാരി അങ്ങോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് കുഞ്ഞാറ്റ അടുത്ത വീഡിയോ അവിടുന്ന് ഇങ്ങോട്ടിടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഭാഗം ക്ലിയർ ആക്കി ഒരു വീഡിയോയിലൂടെ അങ്ങ് പറയുക, അതാണ് നല്ലത്. സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം ഞാൻ പറയുകയാണ്, സീരിയസ് ആയിട്ട് കേട്ടോ. അമ്മയുടെ ഭാഗത്തു നിന്നാലും അമ്മൻ്റെ ഭാഗത്തു നിന്നാലും ഇതൊരു ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അമ്മ പറയുന്നുണ്ട് ഇപ്പം മുമ്പേ വീഡിയോയിൽ വരാതിരുന്നത് അമ്മ എന്തുകൊണ്ട് ഇപ്പം വരുന്നത്, അപ്പോൾ ഇപ്പം ഞാൻ അമലിനെ ഹാപ്പിയാക്കാനായിരുന്നു. അപ്പം മുമ്പേ അമൽ ഹാപ്പി അല്ലായിരുന്നു, കുഞ്ഞാറ്റ വീഡിയോ എടുക്കുന്ന സമയത്ത് അമൽ ഹാപ്പി അല്ലായിരുന്നു. അന്ന് എന്തുകൊണ്ട് ഹാപ്പി ആയിരുന്നില്ല? ഇപ്പം എന്തുകൊണ്ട് അമൽ ഹാപ്പിയാണ്? അപ്പോൾ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ വീണ്ടും ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഭാഗം ക്ലിയർ ആവത്തില്ല, നിങ്ങൾ വീണ്ടും കുറ്റക്കാരനായിക്കൊണ്ടേയിരിക്കുവാണ്. മനസ്സിലായോ? അത് നിങ്ങൾ ചിന്തിക്കുക. ഒത്തിരി കടയിൽ വന്ന കസ്റ്റമറുകൾ ഒത്തിരി പേര് പറഞ്ഞു ചേച്ചി തന്നെ വീഡിയോ എടുക്കുക, ചേച്ചി ഞങ്ങൾക്ക് കാണുന്ന ഇഷ്ടം വീഡിയോ എടുക്കും, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എഡിറ്റൊന്നും ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാത്തതെന്ന് അങ്ങനെയുള്ള ഉമ്പിട്ടുകാർ ആവശ്യപ്പെട്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലല്ലോ, തന്നെ വീഡിയോ എടുക്കാനൊന്നും. അതുകൊണ്ട് ഞാൻ വന്നില്ല. പിന്നെ നീ വന്ന് ചോദിച്ചു, ഞങ്ങളോടെ കൂടുന്നത് നിനക്ക് സന്തോഷം, കൂടി ഞങ്ങൾക്ക് അതിലും ഒരു സന്തോഷം. ഇതൊന്നും ഒരു മറുപടി അല്ല. ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് നീ വീഡിയോ എടുക്കുന്ന സമയത്ത് നിന്റെ കൂടെ ചേർന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. ഇതൊന്നും ഒരു മറുപടിയേ അല്ല അമ്മല്ലേ, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ കമൻറ്റിന് മറുപടി കൊടുക്കല്ലേ, ഒരു കമൻറ്റിനും മറുപടി കൊടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യല്ലേ. നിങ്ങളേതായിട്ടുള്ളൊരു ഇത് ചെയ്ത് നിങ്ങളങ്ങ് പോവുക. ഈ ഒരു കുഞ്ഞാറ്റയുമായിട്ടുള്ള ഒരു പ്രശ്നം വീഡിയോയിലൂടെ വലിച്ചിടുവാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമില്ല. നിങ്ങളെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് തീരുന്നേ ഉള്ളൂ പ്രശ്നം. ഇത് വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളെ ലൈഫ്, നിങ്ങളെ രണ്ടുപേരെയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിന് ആയിട്ട് എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയിൽ ഇത് നിർത്തും. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അങ്ങനെ കരുതിയത്, ഫസ്റ്റ് വീഡിയോയിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോയിൽ നിർത്തുമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ വീഡിയോയിലും ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു, മൂന്നാമത്തെ വീഡിയോയിലും അതും റിപ്പീറ്റ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയും ഇത് തന്നെ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടായിരിക്കും വെച്ചേക്കുന്നത്. പക്ഷേ അതിനും നല്ലത് ഞാൻ പറഞ്ഞല്ലോ, അതിനും നല്ലത് നിങ്ങൾ പരസ്പരം ഓപ്പണായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പരസ്പരം അങ്ങോട്ട് ചെളിവാരി എറിയുന്നേ നല്ലത്. ഇതുപോലെ വാലും തലയില്ലാതെ സംസാരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അതാണ്. അല്ലെ അത് മിണ്ടാതിരിക്കുക, ഈ ടോപ്പിക്ക് എടുത്തിടേ ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പുള്ളിക്കാരനൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമലിന്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. പുള്ളിക്കാരന് കാരണം തെറ്റ് പറ്റി മുമ്പോട്ട് വരുവാണെങ്കിൽ, തെറ്റ് അംഗീകരിച്ച് വരുവാണെങ്കിൽ അവരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്യണം, വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കണം. അതാണ് വേണ്ടുന്നത്. അല്ലാതെ നമ്മൾ രണ്ടുമില്ലാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഇട്ട കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡിസിഷൻ ബ്രോ, ഗ്രേറ്റ്, നിങ്ങൾ എടുത്തത് നല്ല തീരുമാനമാണ്. മുമ്പോട്ട് നിങ്ങളെ തെറ്റുകളൊക്കെ തിരുത്തി മുമ്പോട്ട് വരുന്നതിൽ നിങ്ങളെടുത്ത തീരുമാനം നല്ലതാണ്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിച്ച് ഇനിയും മുമ്പോട്ട് ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ അവിടെ കമൻറ്റ് ചെയ്തത്. കാരണം ഒരാൾക്കൊരു തെറ്റ് പറ്റി ഞാനത് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? പുള്ളിക്ക് തെറ്റ് പറ്റിപ്പോയി, അത് ആ കുട്ടിയോട് പറഞ്ഞ് തിരുത്തി ക്ഷമ ചോദിച്ചു വീണ്ടും മുമ്പോട്ട് ജീവിച്ച് വരിക എന്നാണ് അതിൽ അർത്ഥം. അതിൽ നമ്മൾ ആ ഇതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഇനി വേറെ അർത്ഥവും കൃത്യമൊന്നുമില്ല കൂടുതൽ പറയുവാണെങ്കിൽ. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ എനിക്ക് അതിന് തന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടുണ്ട്, പഴയതിലോട്ട് തിരിച്ചില്ല.
അപ്പോൾ ഇത് തന്ന മറുപടിയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് തെറ്റ് തിരുത്തുന്നത്? അത് പറഞ്ഞേ. എവിടെയാണ് അമലെ തെറ്റ് തിരുത്തുന്നത്? മുന്നോട്ടുണ്ട്, പക്ഷേ പഴയലോട്ടില്ല. അപ്പോൾ അവിടെ അതുകൊണ്ട് തെറ്റ് തിരുത്തലായിട്ടില്ല. തെറ്റ് തിരുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയോട് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ച് ക്ഷമ ചോദിച്ചു തെറ്റ് തിരുത്തി മുമ്പോട്ട് നല്ലൊരു ലൈഫ്, ആ കുട്ടിക്കൊരു ലൈഫ് കൊടുത്ത് മുമ്പോട്ട് വരാൻ ശ്രമിക്കുക. അങ്ങനെയാണ് വേണ്ടുന്നത്. എന്നാലേ തെറ്റ് തിരുത്താൻ, ആ തെറ്റ് തിരുത്തുന്നത് കൊണ്ട് നമുക്ക് അത് തെറ്റ് തിരുത്തില്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേണം എന്ന് പറയുന്നതിൽ കൊണ്ടിട്ട് ഒരു അർത്ഥമില്ല. ആരും സപ്പോർട്ട് ചെയ്യാൻ വരത്തുമില്ല, സപ്പോർട്ട് ചെയ്യത്തുമില്ല. അത് വേറെ ആരെയും. അപ്പം ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ മോൻ്റെയൊക്കെ സ്റ്റോറി ഇടുന്നുണ്ട്. മോനെയായിട്ടൊക്കെ നിൽക്കുന്ന ഐ കാൺ സീ യു ബട്ട് യു ആർ ഇൻ മൈ ഹാർട്ട് എവറി സെക്കൻഡ്. കുഞ്ഞിനോടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരൻ സ്റ്റോറി ഇടുന്നു. പക്ഷേ ഈ സ്റ്റോറിക്കൊക്കെ അർത്ഥമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചേ പറ്റൂ. അല്ലാതെ നിങ്ങൾ ഈ തെറ്റ് തിരുത്തി എന്ന് പറഞ്ഞിട്ടൊന്നും അതിനകത്ത് ഒരു അർത്ഥമില്ല. അത് മാത്രമല്ല, പിന്നെ കുഞ്ഞാറ്റ 1-2 സ്റ്റോറിയൊക്കെ പുള്ളിക്കാരിയുടെ ഇത് കഴിഞ്ഞിട്ട്, എന്നാലും ഇതൊക്കെ പുള്ളിക്കാരി കാണുന്നുണ്ടായിരിക്കുമല്ലോ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരി ഇട്ടേക്കുന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈം ദ ഒൺലി വൈ ടു കൺട്രോൾ യുവർ എമോഷൻസ് ഈസ് സ്റ്റേ സൈലൻറ്റ് ആൻഡ് സേ നത്തിങ്. ശരിയാണ്. പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് സൈലൻ്റ് ആയിട്ട് മിണ്ടാതെ ഇരിക്കുക, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാലും തലയില്ലാതെ സംസാരിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത് കാണുമ്പോഴത്തേക്ക് പ്രതികരിക്കണോ വേണ്ടോ എന്നൊക്കെ തോന്നുമല്ലോ. അപ്പം സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇപ്പം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ വേണ്ടി അമൽ കാത്തിരുന്ന പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലോട്ട് പിടിച്ചുകൊണ്ട് ഒന്ന് കയറി വരിക എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ ഇരുന്ന ഒരു വ്യക്തി ആയിട്ടാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം ഒരു വീഡിയോയിൽ കണ്ട് ഞാൻ 2 വീഡിയോയും വരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ആ പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. മൂന്നാമത്തെ ഇന്നിട്ട വീഡിയോയിലൂടെ ഏകദേശം എനിക്ക് പുള്ളിയുടെ ആ ഒരു ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഈ കുഞ്ഞാറ്റ വേറൊരു കമ്മ്യൂണിറ്റി സ്റ്റോറിയും കൂടെ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ആ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ചൂസ് മൈ സെൽഫ് ആൻഡ് ദാറ്റ് വാസ് ദ ബ്രേവസ്റ്റ് ചോയ്സ് ഓഫ് ആൾ. ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തു, അതായിരുന്നു എല്ലാവരുടെയും ഏറ്റവും ധീരയായ തിരഞ്ഞെടുപ്പ് എന്നാണ് പുള്ളിക്കാരി ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം ഒന്നുകിൽ നിങ്ങളെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുക, അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തുക. വാലും തലയില്ലാതെ സംസാരിക്കുന്ന രീതിയിൽ ഒരാളെ, അത് സത്യം പറഞ്ഞാൽ അയാളെ ഒരു ഇതാക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വീഡിയോയിലും. ഒന്നുകിൽ ഒരു ചെറിയൊരു സ്റ്റോറി ഇട്ട്, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് അവിടെ നിർത്തുക. അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ലൈഫിൽ സംഭവിച്ചതെന്ന് തുറന്നങ്ങ് പറഞ്ഞ് കളഞ്ഞ് പണ്ടാരമടക്കി അങ്ങ് പോവുക. അതാണ് വേണ്ടുന്നത്. ഇത് ഓരോ വീഡിയോയിലും ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓരോരുത്തർക്ക് പറയാനുള്ളതും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത് ചിലപ്പം മോനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞായിരിക്കും പുള്ളിക്കാരൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. അതിലിപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഉള്ള സപ്പോർട്ടും കൂടെ പോകുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ സംഭവം? ശരി, നിങ്ങൾ ഇപ്പം പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു തെറ്റുകളൊക്കെ തിരുത്തി മുമ്പോട്ട് ഉള്ളൊരു മനസ്സുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ ഒരു ശുദ്ധനാണ്, പിന്നെ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കുകയും മനുഷ്യരായ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് വരുന്നതിന് തന്നെ നല്ല കാര്യം എന്ന് തന്നെ പറയാം. അതൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഇപ്പം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ഇതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം അത് നിങ്ങളെ സൈഡൊന്ന് ക്ലിയർ ആക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയാണോ തോന്നിയിട്ടുള്ളതെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും, ചെയ്യും. തെറ്റെന്ന് തോന്നുന്നിടത്ത് ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്.